വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മാണം പുനരാരംഭിക്കണമെന്ന് സേവ്യർ ചിറ്റലപ്പള്ളി എംഎൽഎ നിയമസഭയിൽ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു. നിയമവശങ്ങൾ പരിശോധിച്ച് എത്രയും വേഗം നിർമ്മാണം പുനരാരംഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഫ്ളാറ്റും ആശുപത്രിയും നിർമ്മിക്കുന്നതിന് UAE റെഡ് ക്രസന്റും നിർമ്മാണ ഏജൻസികളുമായാണ് കരാറുണ്ടാക്കിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെയും ആശുപത്രിയുടെയും നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്നത്തെ വടക്കാഞ്ചേരി MLA പദ്ധതികളിൽ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CBIക്ക് പരാതി നൽകിയത്. ആരോപണങ്ങളുടെയും പരാതികളുടെയും മാധ്യമ വാർത്തകളുടെയും വ്യവഹാരങ്ങളുടെയും സാഹചര്യത്തിൽ കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. സാർ, ഇപ്പോൾ ഈ പ്രദേശമാകെ കാട് കയറി കിടക്കുകയാണ്. നിർമ്മിച്ച കെട്ടിടങ്ങളുടെ സാങ്കേതിക ക്ഷമത പരിശോധിച്ചതിൻ്റെ ഭാഗമായി ഇതിൽ പ്രശ്നങ്ങളില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെട്ടിടങ്ങൾ ബലക്ഷമതയോടെ തന്നെ നിലനിൽക്കുന്നു. ആയതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട വ്യവഹാര നടപടികൾ വേഗത്തിൽ അവസാനിപ്പിക്കുകയും ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെയും ആശുപത്രിയുടെയും പൂർത്തീകരണത്തിനായിട്ടുള്ള തുക ലൈഫ് മിഷനോ ഗവൺമെൻറ്റോ കണ്ടെത്തിക്കൊണ്ട് അപ്രോച്ച് റോഡ്, കുടിവെള്ളത്തിനായുള്ള വാട്ടർ ടാങ്ക് ഉൾപ്പെടെയുള്ള പദ്ധതികൾ, വൈദ്യുതി ലഭ്യത, ഇലക്ട്രിക്കൽ പ്രവൃത്തികൾ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുകൂടി ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുന്നു. ലൈഫ് മിഷന്റെ ഭാഗമായി സ്വന്തമായി വീടും ഭൂമിയുമില്ലാത്ത 140 കുടുംബങ്ങൾക്കായി വടക്കാഞ്ചേരി നഗരസഭയിലെ ചരൽപ്പറമ്പിൽ നിർമ്മാണം ആരംഭിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിന്റെയും ആശുപത്രിയുടെയും നിർമ്മാണം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സേവ്യർ ചിറ്റലപ്പള്ളി MLA നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു. നിയമവശങ്ങൾ പരിശോധിച്ച് നിർമ്മാണം എത്രയും വേഗം പുനരാരംഭിക്കുന്നതിനും സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനും ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി MP രാജേഷ് സബ്മിഷന് മറുപടിയായി നിയമസഭയെ അറിയിച്ചു. ആരോപണങ്ങളുടെയും പരാതികളുടെയും മാധ്യമ വാർത്തകളുടെയും വ്യവഹാരങ്ങളുടെയും സാഹചര്യത്തിൽ കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രദേശമാകെ കാട് കയറി കിടക്കുകയാണ്. കെട്ടിടങ്ങളുടെ സാങ്കേതിക ക്ഷമത പരിശോധിച്ചതിന്റെ ഭാഗമായി ഇതിൽ പ്രശ്നങ്ങളില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെട്ടിടങ്ങൾ ബലക്ഷമതയോടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വ്യവഹാര നടപടികൾ വേഗത്തിൽ അവസാനിപ്പിക്കുകയും ഫ്ളാറ്റ് സമുച്ചയത്തിന്റെയും ആശുപത്രിയുടെയും പൂർത്തീകരണത്തിനായുള്ള തുക ലൈഫ് മിഷനോ ഗവൺമെന്റോ കണ്ടെത്തിക്കൊണ്ട് അപ്രോച്ച് റോഡ്, കുടിവെള്ളം എന്നിവ ഉറപ്പുവരുത്താൻ വാട്ടർ ടാങ്ക് ഉൾപ്പെടെയുള്ള പദ്ധതികൾ, വൈദ്യുതി ലഭ്യത, ഇലക്ട്രിക്കൽ പ്രവൃത്തികൾ എന്നിവ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സേവ്യർ ചിറ്റലപ്പള്ളി MLA സബ്മിഷനിലൂടെ നിയമസഭയിൽ ആവശ്യപ്പെട്ടു. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഡെപ്യൂട്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം സെൻട്രൽ സർക്കിൾ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 2 അസിസ്റ്റന്റ് പ്രൊഫസർമാർ എന്നിവർ ഉൾപ്പെട്ട സമിതിയെയാണ് നിയോഗിച്ചത്. ഇത് സംബന്ധിച്ച തുടർ നടപടികൾ സർക്കാർ പരിശോധിച്ചു വരുന്നതായും നിയമവശങ്ങൾ കൂടി പരിശോധിച്ച് മുടങ്ങിയ ഫ്ളാറ്റ് നിർമ്മാണം എത്രയും വേഗം പുനരാരംഭിക്കുന്നതിനും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതായും തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MP രാജേഷ് സബ്മിഷന് മറുപടിയായി നിയമസഭയെ അറിയിച്ചു. നിർമ്മാണം പുരോഗമിക്കവേ COVID-19 നിയന്ത്രണങ്ങൾ കാരണം 2020 മാർച്ച് മാസം മുതൽ നിർമ്മാണം തടസ്സപ്പെട്ടു. നിയന്ത്രണങ്ങളിൽ ഇളവുകൾ അനുവദിച്ചപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ച് നടന്നുവരവേ ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ വടക്കാഞ്ചേരി MLA ഉൾപ്പെടെയുള്ളവരുടെ പരാതിയുണ്ടായി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, സ്റ്റേറ്റ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ ഏജൻസികൾ അന്വേഷണം ആരംഭിക്കുകയും തുടർന്ന് 27/9/2020 നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയാണെന്ന് എംബസ് യൂണിടാക് ഇമെയിൽ മുഖേന ലൈഫ് മിഷനെ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം നിർമ്മാണം പുനരാരംഭിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇതുവരെ അന്തിമ തീരുമാനമുണ്ടായിട്ടില്ല. ഇതോടനുബന്ധിച്ച് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഒരു വിദഗ്ധ സാങ്കേതിക സമിതിയെ പ്രസ്തുത പ്രവൃത്തിയുടെ സാങ്കേതിക ക്ഷമത പരിശോധിക്കുന്നതിനായി നിയോഗിക്കുകയുണ്ടായി. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, റീജിയണൽ ഇൻവെസ്റ്റിഗേഷൻ ക്വാളിറ്റി കൺട്രോൾ എറണാകുളം, ഡെപ്യൂട്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പ് ബിൽഡിംഗ്, സെൻട്രൽ സർക്കിൾ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 2 അസിസ്റ്റന്റ് പ്രൊഫസർമാർ എന്നിവർ ഉൾപ്പെട്ട സമിതിയെയാണ് നിയോഗിച്ചത്. ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ സർക്കാർ പരിശോധിച്ചു വരുന്നു. നിയമവശങ്ങൾ കൂടി പരിശോധിച്ച് മുടങ്ങിയ ഫ്ളാറ്റ് നിർമ്മാണം എത്രയും വേഗം പുനരാരംഭിക്കുന്നതിനും സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനും ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നു. ന്യൂസ് ഡെസ്ക് VCV.